പോലീസിനെയും കേരള പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും ഉൾപ്പെടെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കി ഒടുവിൽ കസ്റ്റഡിയിലായിരിക്കുന്നു. കസ്റ്റഡിയായ ഉടനെ തന്നെ പോലീസിനോട് അർജുൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കടലിൽ പോയ കാണാതായവരെ പിടിച്ചോ എന്നുള്ളത്. കാരണം ഒരു ഭയവും ഒന്നുമില്ലാതെ ഒരു പരിഹാസ രൂപത്തിലാണ് ചോദിക്കുന്നത്. കാരണം എന്നെ പിടിക്കാൻ ഇത്രയും ധൃതി കാണിക്കുന്നു, കടലിൽ കാണാതായവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല. പക്ഷെ തെരച്ചിൽ നടക്കുന്നുണ്ട്, എന്നാലും ആ കാര്യത്തിൽ ഇത്രയും നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ളൊരു പരിഹാസ രൂപേണയുള്ള ചോദ്യമാണ്. എന്തായാലും വെല്ലുവിളിച്ച് ആദ്യമുള്ള ഒരു ഉഷാറൊന്നും അർജുന് പിന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ മയത്തിലൊക്കെയാണ് പറഞ്ഞത്, ഞാൻ വെല്ലുവിളിച്ചതല്ല, ഇങ്ങനെയാ പറഞ്ഞതാണ്, എനിക്ക് എൻ്റെ അധികം വലിയ കുറ്റമൊന്നും അല്ല ചെയ്തത്, അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള രീതിയിലേക്ക് ഒരു മയപ്പെട്ട രൂപത്തിലേക്ക് മാറ്റിയിരുന്നു. പക്ഷെ എങ്കിലും അതിനിടയ്ക്കും ചില സമയത്ത് മാറി മാറി ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് എവിടെ നിന്നാണ് ചെയ്യുന്നതെന്നൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല. എന്തായാലും അർജുൻ ആയങ്കി അറസ്റ്റിലായിരിക്കുന്നു. ഒരുപാട് കേസുകളിലെ പ്രതിയാണ് ഇത്. ഇപ്പം പോലീസ് ഇതിനകത്ത് ഒരു ചോദ്യം വരുന്നത്, ഇതിനകത്ത് ഈ അർജുൻ ആയങ്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മുതലുള്ള കാര്യം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ആദ്യം വരുന്നു, അർജുനെതിരെ കേസെടുക്കുന്നു, മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നു അർജുൻ ഹൈക്കോടതിയിൽ. പക്ഷെ ആ ഹൈക്കോടതിയിൽ നിന്ന് അത് തള്ളുന്നു. പക്ഷെ അതിന്റെ പിന്നാലെ ഇയാളൊരു ഭീഷണി നടത്തുന്ന ഒരു, അതായത് കോതമംഗലം പോലീസിനെതിരെ ഭീഷണി നടത്തുന്നു. കോതമംഗലം പോലീസിനെതിരെ ഭീഷണി അന്വേഷിക്കുന്നത് ഊന്നുകൽ പോലീസ് ആണ്, CI ആണ്. അപ്പൊ ആ ഊന്നുകൽ പോലീസിനെതിരെയും വീണ്ടും അടുത്തൊരു ഭീഷണി വരുന്നു. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു വരുന്നത്. അപ്പോൾ പുറത്തു വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ആ ഭീഷണി സന്ദേശം പുറത്തു വരുന്നതിന് ശേഷമാണ് കാര്യങ്ങൾ കേരള ജനത മൊത്തം അറിഞ്ഞു തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ തുരുതുര ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു അർജുൻ ആയങ്കിയുടെ. പോലീസ് ഒരു സൈലന്റ് ആയിട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഒന്നും പറയുന്നില്ല. അർജുൻ ആയങ്കി ഒരു പ്രതികരണം നടത്തില്ല. അതിനിടയ്ക്ക് രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിക്കുന്നു. പിന്നെ അത് കൂടാതെ പിന്നെ വെടിവെക്കാൻ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കും. ഇതൊക്കെ ആര് ചെയ്തു എന്നുള്ളതൊന്നും പറയില്ല. ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഉത്തരവിട്ടില്ല, അങ്ങനെ ഉത്തരവിടാൻ പറ്റില്ലല്ലോ. അതായത് ഒരു കോമൺ സെൻസ് ഉള്ള ആർക്കും ചിന്തിച്ചാൽ അറിയുന്നത്. എന്നിട്ട് അവര് തന്നെ പോസ്റ്റ് ഇട്ടിട്ട് താഴെ വെടിവെക്കാൻ ഉത്തരവിട്ടിരുന്നു, എങ്കിലും മുട്ടുമുത്തില്ല എന്നുള്ള രീതിയിൽ വേറൊരു രീതിയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇതിനൊക്കെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്ന മറുപടി, ഇത് അങ്ങനെ ഗുണ്ടകൾ പലതും പറയും എന്നൊക്കെയുള്ള ഒരു മറുപടി പറഞ്ഞിട്ട് ആ രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. അതൊന്നും കേട്ടിട്ട് അവര് പോലീസിന് അതിനനുസരിച്ചൊന്നും നടപടിയെടുക്കുക. അവരുടേതായ വഴിക്ക് അവരുടെ സമയം എടുത്തിട്ട് പിന്നെ അർജുനെ പിടിക്കാനുള്ള വല ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒക്കെയാണ് സംഭവിച്ചത്. ഇപ്പൊ ഈ അർജുന്റെ ഇത് ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ചോദ്യം കേട്ടതാണ്. അതിന് സംഭവം എന്താ വെച്ചാൽ, ഈ അർജുന്റെ തന്നെ പ്ലാൻ ആയിരുന്നു, അതായത് കസ്റ്റഡിയിലായിട്ട് ജയിലിലായി ഇരിക്കുക. കാരണം അർജുൻ സേഫ് അല്ല പുറത്ത് എന്നുള്ളൊരു തോന്നൽ അർജുനുണ്ടോ എന്നൊരു സംശയം. കാരണം നിരവധി കേസുകളിൽ പ്രതിയാണ്. പിന്നെ അതും സ്വർണം കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ഇങ്ങനത്തെ കേസൊക്കെയാണ്. അപ്പൊ അതിന്റെയൊക്കെ പ്രതികാരം ചെയ്യാൻ അന്ന് സ്വർണം പൊട്ടിച്ച കേസിലെ എതിരാളികൾ എന്തായാലും ഉണ്ടാവുമല്ലോ, അവരൊക്കെ അർജുനിട്ട് പണി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളൊരു സൂചന അർജുന് കിട്ടിയിട്ടുണ്ടോ ഒരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ അർജുൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് ജയിലിലാവാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രിയെ ഉൾപ്പെടെ വെല്ലുവിളിക്കുന്നു. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നടത്തുകയാണെന്നുള്ളൊരു ചർച്ചയുണ്ട്. ഇനി അങ്ങനെ ആവാനും സാധ്യതയില്ലാതെയില്ല, പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഇപ്പൊ അതൊരു സിനിമയിലെ ഇതുപോലെയാണ് പറഞ്ഞത്. കാരണം ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ജയിലിലാവാൻ വേണ്ടിയിട്ട് ജഗതി നടു റോഡിൽ കിടക്കുന്നതും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെയാണ് ഈ അർജുന്റെ ഈ കോപ്രായങ്ങൾ കണ്ടിട്ട് തോന്നുന്നത് എന്നുള്ള ഒരാൾ പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ അർജുൻ പിടിയിലായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു വിജയം എന്നൊക്കെ പറയാൻ മാത്രം ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, കേരള പോലീസിന് അഭിനന്ദിക്കുക അല്ലെങ്കിൽ കേരള പോലീസിന്റെ വിജയം എന്നൊക്കെ തന്നെ പറയാം. കാര്യം ഇത്രയും ദിവസം പക്ഷെ കേരള പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളിത് വലിയ സീരിയസ് ഒരു വിഷയമായി അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് പോലെ വലിയ സീരിയസ് ഒരു കാര്യമായിട്ട് അർജുനായെങ്കിൽ പിടിക്കേണ്ട സമയത്ത് ഞങ്ങൾ പിടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതിന്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, അർജുനായെങ്കിൽ തന്നെയാണ് നുണപ്രചരണങ്ങൾ ഫേസ്ബുക്കിലടക്കം വെടിവെക്കാൻ ഉത്തരവിട്ടു എന്ന് പറയുക ആഭ്യന്തര വകുപ്പിന് നെഗറ്റീവ് ആകുന്ന രീതിയിലുള്ള പ്രചരണം നടത്തിയത്. ഒരു കാര്യം എന്തായാലും മനസ്സിലാക്കണം, ഇതിപ്പോ ആരുടെ വിജയം, ആഭ്യന്തര വകുപ്പിന്റെ വിജയമാണോ അല്ലെങ്കിൽ കേരള പോലീസിന്റെ വിജയമാണോ എന്നതിനപ്പുറത്തേക്ക് വെടിവെക്കാതെയും കേരള പോലീസിന് പ്രതികളെ പിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ വെടിവെക്കാതെയും കേരള പോലീസിന് തങ്ങളുടെ ദൗത്യം വിജയിപ്പിക്കാൻ കഴിയും എന്ന ഒരു മെസ്സേജ് എന്തായാലും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആഭ്യന്തരമന്ത്രിയുടെ പത്രസമ്മേളനം മനസ്സിലായി. ഇതൊരു സിമ്പിൾ സംഭവമാണ്, ഇത് വലിയൊരു കാര്യമല്ല, ഇതത്ര ഇത് നമ്മൾ കെയർ ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം ഒരാൾ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു, ഒരു ഗുണ്ട എന്തോ പറയുന്നത്, അതിന്റെ പിന്നാലെ ആഭ്യന്തരമന്ത്രി ഓർഡർ ഇടുന്നു, ആ രീതിയിൽ പിന്നെ കാർഡടച്ച് വെടിവെക്കുന്നു എന്നുള്ള പരിപാടി ഒന്നും ഇല്ലല്ലോ. ഈ പോലീസ് അതിൻ്റെതായ കൂളായിട്ട് സംഭവം പോയി. കാരണം ഇയാൾ കേരളത്തിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ള കാര്യം പോലും പോലീസിന് വ്യക്തമായിട്ട് അറിയായിരുന്നു. പിന്നെ അവസാനം എവിടെയാണ്
അത്രയ്ക്ക് ധൃതിപ്പെട്ട് പെട്ടെന്ന് പിടിക്കണം എന്നുള്ള ഒരു തീരുമാനമേ പോലീസ് ഇല്ല എന്നുള്ളതായിരുന്നു എനിക്ക് തോന്നുന്നത്. ഇന്നലെ അല്ല അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്നത് പോലെ വലിയൊരു വിഷയമല്ല. അറസ്റ്റ് ചെയ്യേണ്ട സമയത്ത് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും, അതിൽ യാതൊരു മാറ്റവും ഇല്ല. അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യില്ല എന്നൊന്നും ഞാൻ അത് പറയുന്നില്ല. മാത്രമല്ല, ഇത് വലിയൊരു എന്താണ് വലിയ ക്രൂരത കൊലപാതകം അങ്ങനത്തെ നടത്തിയിട്ടൊന്നും പോയതല്ല. പറയാൻ പറ്റില്ലല്ലോ. കേസുകൾ ഉണ്ടെങ്കിലും അത് ഇപ്പോഴുള്ള കേസ് അതൊന്നുമായിട്ട് ബന്ധപ്പെട്ടൊന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് പെട്ടെന്ന് പിടിച്ചുകൂടണം അല്ലെങ്കിൽ രാജ്യം വിട്ടുപോകുന്നുള്ള ഒരു അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ ജയിലിലാകാൻ വേണ്ടി സ്വയമായിട്ട് അർജുൻ ആയങ്കി ആൾക്ക് ചെയ്തതാണ്. ഭീഷണിയുണ്ട്. പക്ഷെ എന്നാൽ മറുവശത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം വളർന്നു വന്നത് കണ്ണൂരാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് ഗുണ്ടാ തലവന് ഇന്നും ജയിലിൽ കിടന്നുകൊണ്ട്. ഇപ്പോ സർക്കാർ മാറി വന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ നമ്മൾ ഇതിന് ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. ജയിലിൽ കിടന്നുകൊണ്ട് പുറത്തുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളുകളുമായി നല്ല സൗഹൃദമുള്ള ആളാണ് അർജുൻ ആയങ്കി. അപ്പൊ അർജുൻ ആയങ്കിക്ക് പുറത്ത് സംരക്ഷണം ഒരുക്കാൻ ആളുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഉന്നതരല്ല, അല്ലെങ്കിൽ അവരുടെ ഗുണ്ടാ തലവരൊക്കെ ജയിലിലാണെങ്കിലും പുറത്ത് അർജുന് സംരക്ഷണം ഒരുക്കാൻ കഴിയുന്ന ആളുകളും സംവിധാനവും ഉള്ള സ്ഥിതിക്ക് പോലീസിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ പോലീസിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ജയിലിലാകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നില്ല. സിനിമയിലൊക്കെ കാണുന്നത് പോലെ വളരെ പെട്ടെന്ന് തന്നെ ഒരു വീരപരിവേഷം അർജുൻ ആയങ്കിക്ക് കിട്ടുന്നു. എന്താണ് മാധ്യമങ്ങളിലെല്ലാം ആരാണ് അർജുൻ ആയങ്കി എന്ന് ഉള്ള രീതിയിലുള്ള ചർച്ചകൾ വരുന്നു. ഗൂഗിളിൽ പോലും പലരും അർജുൻ ആയങ്കി ആരാണെന്നറിയില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ്, ഇദ്ദേഹം എങ്ങനെ ജീവിച്ച് വളർന്നു വന്ന ആളാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എത്തുന്നു. നമ്മൾ പല വിഷയങ്ങൾ പറയുമ്പോൾ ഇപ്പൊ ജെൻസി കലാപം പോലെ, കലാപം എന്നൊന്നും പറയാനില്ല, CJPയുടെ സമരമൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി വന്നവരാണ്. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെയും കേരള പോലീസിനെതിരെയും ഒക്കെ പോസ്റ്റ് ഇട്ടാൽ ശ്രദ്ധ എനിക്ക് കിട്ടുമെന്ന രീതിയിലേക്ക് മാറ്റുന്നു. ഒരു വീരപരിവേഷം എന്തൊക്കെയോ പല ആളുകളും അർജുൻ ആയങ്കിയെ സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അർജുൻ ആയങ്കി പറയുന്നത് ശരിയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു വീരപരിവേഷത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഞാൻ എന്തോ വലിയ കാര്യമാണ് ചെയ്യുന്നത് എന്ന ഒരു ഇമേജാണ് അർജുൻ ആയങ്കി ഉണ്ടാക്കിയെടുത്തത്. പല ആവർത്തി ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ അകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അർജുൻ ആയങ്കി തെറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ പോരാട്ടങ്ങൾ നടത്തുന്നതെങ്കിൽ അത് ഇങ്ങനെ ആയിരുന്നില്ല നടത്തേണ്ടിയിരുന്നത്. എപ്പോഴെങ്കിലും ഒരു സമയത്ത് ആയങ്കിയെ പിടിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നല്ലോ. മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത, ആഭ്യന്തര വകുപ്പ് മന്ത്രിയടക്കം വെല്ലുവിളിച്ച കേസ് കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് ജാമ്യം കിട്ടില്ല എന്ന് പറയാൻ പിടിക്കില്ല. എന്തായാലും അർജുൻ ആയങ്കി ഒരു ബോധമില്ലാത്ത രീതി അങ്ങനെയുള്ള ആളല്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം നല്ല ബുദ്ധിമാനാണ് എന്നുള്ളതും എങ്ങനെ കാര്യങ്ങളൊക്കെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായതുകൊണ്ട് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോലീസ് കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ കേരള പോലീസ് പിടിക്കുന്നുള്ളത് പുള്ളിക്ക് നേരത്തെ എന്തായാലും ഉറപ്പായിട്ടും അറിയാം. എന്നിട്ടും വലിയൊരു രീതിയിൽ രക്ഷപ്പെടാനുള്ള ശ്രമവും അങ്ങനെയൊന്നുമല്ല നടത്തുന്നത്. ഇപ്പൊ കണ്ണൂർ തളിപ്പറമ്പിൽ ഒരു ലോഡ്ജിൽ കഴിയുന്നു. അവിടെ നിന്ന് പോലീസ് ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്തു എന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആ ഓട്ടോ അവസാന നിമിഷം വരെയും രക്ഷപ്പെടാനൊക്കെ അതുണ്ട് അത് ഓടാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഈ ഓട്ടോക്കാരൻ വഴി ഒരു സുഹൃത്തിനെ വിളിക്കുന്നു, കാറുമായിട്ട് വരാൻ പറയുന്നു. ആ കാറിൽ ആ ഓട്ടോക്കാരൻ കോളിനാണ് സംശയം തോന്നിയപ്പോൾ പോലീസിനെ അറിയിക്കുന്നു. അങ്ങനെയാണ് ആ പിടികൂടിയതെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ആ സുഹൃത്തിന്റെ കൂടെ കാറുമായി വന്ന സുഹൃത്തിന്റെ ഒപ്പം പിന്നെ വീട്ടിൽ ഒരു അഡ്വക്കേറ്റിന്റെ വീട്ടിൽ, ഒരു അഭിഭാഷകയുടെ വീട്ടിലാണ് ഈ അർജുൻ ഇന്നലെ മുതൽ കഴിഞ്ഞത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടുന്ന് പുലർച്ചെ 2 മണിക്കാണ് പോലീസ് എത്തി പിടികൂടാൻ ശ്രമിക്കുമ്പോൾ അർജുൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നും പോലീസ് പറയുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും പിടിച്ചു കഴിഞ്ഞതിന് ശേഷം അർജുൻ കൂളായിട്ട് നടന്നു പോകുന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. അത് പോലീസിനകത്തൊരു ഇല്ലാതെ നിസ്സാരമായിട്ടൊക്കെയാണ് പോകുന്നത്. ഇതിനുള്ളിൽ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ പോലീസ് ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇന്നലെ 2 പേര് അർജുനെ തള്ളിയിട്ടുണ്ടായിരുന്നു. കാരണം അർജുൻ സ്വന്തം പാർട്ടിയെ കുറിച്ചായിരുന്നു ആദ്യത്തെ വാക്ക്. അതായത് പാർട്ടി ഇത് വേറെ, എന്റെ വളർന്ന പാർട്ടി വേറെയാണെന്ന് പറഞ്ഞിട്ട് ആ പാർട്ടിയിലെ പ്രധാന നേതാവായ പിണറായി വിജയൻ ഇന്നലെ പിന്നെ പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, അർജുൻ തെറ്റ് ചെയ്തിട്ടുണ്ടെ അവനെ അറസ്റ്റ് ചെയ്യട്ടെ, അതിനിപ്പോ എനിക്കൊന്നും പറയാനില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കാരണം ഒരു സംരക്ഷിച്ച് നിർത്താനോ, സാധാരണഗതിയിൽ പിണറായി വിജയൻ അങ്ങനെയല്ല സംസാരിക്കാറ്. ആരെങ്കിലും ഒരു പാർട്ടിക്കാരന് എതിരെ എന്തെങ്കിലും ഒരു ആരോപണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും പിന്നെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു ഇത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്നലെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ പിണറായി വിജയൻ തള്ളി, അതായത് ഒരുപാട് കേസിൽ പ്രതിയാണ്, അപ്പൊ അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്തോട്ടെ, ഇനിയിപ്പോ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അതിന് പിന്നാലെ MV ജയരാജൻ ആണെന്ന് തോന്നുന്നു, MV ജയരാജന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഇതേപോലെ അർജുന് ക്രിമിനൽ കേസ് പ്രതിയാണെങ്കിൽ പിടികൂടുക തന്നെ വേണം, ആ രീതിയിലുള്ള ഒരു പ്രസ്താവന. യഥാർത്ഥത്തിൽ അത്തരം ഒരു പ്രസ്താവന അതിന്റെ പിറ്റേന്നാണ് അർജുൻ അറസ്റ്റിലാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. അല്ല, പ്രധാനമായിട്ടും
പ്രതിപക്ഷം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഒരിക്കലും അർജുനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ വളർന്നു വന്ന പാർട്ടി വേറെയാണ് എന്നാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹം കൊടുത്തൊരു മറുപടി എന്ന് പറയുന്നത്. അപ്പൊ പാർട്ടി എന്നിട്ട് പോലും ഇന്നലെയാണ്, അല്ലെങ്കിൽ ഈ ഇന്നലെ മാത്രമാണ് അർജുനെ തള്ളാൻ തയ്യാറാകുന്നത്. അതുവരെയും നേതാക്കൾ ആരും തന്നെ വാ തുറന്നിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഇപ്പൊ ഇതിനു മുൻപ് അർജുൻ അയ്യങ്കുടെ വിഷയം വരുമ്പോൾ എല്ലാരും ചോദിക്കുന്നത് കടലിൽ കാണാതായവര് കണ്ടെത്തിയോ? ഇതേ ചോദ്യം വാർത്തയ്ക്ക് താഴെ വരുന്ന കമന്റുകളൊക്കെ ഇതാണ്, കടലിൽ കാണാതെ കണ്ടെത്തി, എല്ലാരും ഇതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യം എന്തോ, അത് വേറെ തെരച്ചിൽ നടക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ടല്ലോ. പിന്നെ CPM-നോ LDF-നോ നിലവിലെ സാഹചര്യത്തിൽ അർജുൻ അയ്യങ്കെ പിന്തുണയ്ക്കാൻ കഴിയില്ല. അവർ എല്ലാ വിഷയത്തിലും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അർജുൻ അയ്യങ്കെ കൂടി ഒപ്പം നിർത്തിയാൽ എന്തെങ്കിലും ഗുണമുണ്ടാകണം. അർജുൻ അയ്യങ്കെ ഒപ്പം നിർത്തിയാൽ പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം CPM-ന് അർജുൻ അയ്യങ്കെ തള്ളേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിയത്. പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണം. ദേശാഭിമാനിയെ തള്ളിയ പാർട്ടിക്ക് അർജുൻ അയ്യങ്കെ തള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ വലിയ പാടൊന്നുമുള്ള കാര്യമല്ല. അതിന്റെ പിന്നിലും വേറൊരു ഇതുണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. കാരണം അർജുനെ എങ്ങനെയെങ്കിലും ജയിലിൽ എത്തിക്കണം, അതായത് സംരക്ഷണം പാർട്ടി നൽകുന്നില്ല എന്ന് വേണം, അത് മാത്രമല്ല അറസ്റ്റിലാക്കണം, എന്നിട്ട് ജയിലിൽ എത്തിക്കണം. കാരണം അല്ലെങ്കിൽ അർജുന്റെ ജീവന് ഭീഷണിയാണ് എന്നുള്ളത് താൽക്കാലിക കാര്യം. പാർട്ടി CPM ആണ്, പിന്നെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ്, പാർട്ടിയുടെ ഒരു കാലത്തെ ശബ്ദമായിരുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിലെ ശബ്ദമായിരുന്ന ആളാണ് അർജുൻ അയ്യങ്കെ. അപ്പൊ അതുകൊണ്ടൊക്കെ ആകാം, ചിലപ്പോൾ മനഃപൂർവ്വമായി പാർട്ടി തള്ളുന്നു. പിന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, ഒരു തരത്തിലുള്ള പാർട്ടിയുടെ രാഷ്ട്രീയ പിന്തുണയും ഇല്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പിന്തുണയൊന്നും കിട്ടാൻ പോകുന്നില്ല, അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അതും സാധ്യതയുള്ള കാര്യമാണ്. എങ്ങനെയെങ്കിലും ജയിലിലാകുക എന്നതായിരുന്നു അർജുൻ അയ്യങ്കെയുടെ ആവശ്യമെങ്കിൽ അതുകൂടി. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രശ്നമുള്ളത്, ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്, അർജുൻ അയ്യങ്കെയുടെ പോസ്റ്റിന് ലൈക്ക് ചെയ്തവരെയും കമന്റ് ചെയ്തവരെയും കൂടി അറസ്റ്റിലാക്കും എന്നുള്ളത്. അങ്ങനെ എത്ര പേരെയാണ് അറസ്റ്റിലാക്കാൻ പോകുന്നത്? അത് അത്ര എളുപ്പമുള്ള കാര്യമാണോ എന്ന് കേരള പോലീസ് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.